ഇന്നത്തെ നമ്മുടെ യാത്ര കൊല്ലം ജില്ലയുടെ സ്വന്തം മിനി മൂന്നാറായ അമ്പനാട്ടേക്കാണ്. വലിയ പ്ലാനിംഗ് ഒന്നും ഇല്ലാത്ത റൈഡായതുകൊണ്ട് തന്നെ ഇതത്ര സക്സസ് ആയിരുന്നില്ല. എന്നാലും ഈ വീഡിയോയിൽ കാണാൻ കുറച്ചധികം കാഴ്ചകളുണ്ട്. കൊല്ലം ജില്ലയിലെ തന്നെ ഏക തേയിലത്തോട്ടമാണ് സ്ഥിതി ചെയ്യുന്നത്. ഇത് ലൊക്കേറ്റ് ചെയ്യുന്നത് തെന്മലയ്ക്കാണ്. ഇവിടെ പ്രവേശിക്കാനായി 100 രൂപയാണ് ടിക്കറ്റ്. ടിക്കറ്റായിട്ട് നമ്മുടെ കയ്യിൽ തരികയെന്ന് രണ്ട് മണിക്കൂർ നമുക്ക് എസ്റ്റേറ്റ് ഒക്കെ ചുറ്റിക്കാണാമെന്നാണ് അവർ പറഞ്ഞത്. வாட்டர் ஃபால்ஸ் பெர்மிஷன் வேணும். இப்போ எஸ்டேட்டுக்கு பார்த்துக்கலாம், 2 மணி நேரம் பார்த்துக்கலாம். வாட்டர் ஃபாலும் இல்லை, அதெல்லாம் ஃபாரஸ்ட்டு. இங்கே நாங்களே போக முடியாது. திருச்சி போகணும்னா மேலோடி போயிடலாம். மேலோடி பார்க்க இடமெல்லாம் இருக்குது. போட்டால் இடம் இருக்குது. திருச்சி மீது மேலே ஒரு ரோடு உண்டு. இது மரத்தில் ஒரு ரோடு உண்டு. அது நேரம் ஹைவே கழுவுத்தி ஹைவே போட்டா எடுக்க நிறைய இடம்லாம் இருக்குது. தலையோட നമുക്ക് അപ്പുറത്തോടെ വരാമായിരുന്നു. തിരിച്ച് പോകുമ്പോൾ അപ്പുറത്തോടെ വരാൻ പറ്റത്തില്ല. ഇങ്ങോട്ടോടെ പോയത് ഇവിടത്തെക്കുറിച്ച് പറയുവാണെങ്കിൽ ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്റ്റുണ്ട്. ഇന്ത്യയിൽ ആദ്യമായി ഗ്രാമ്പു കൃഷി തുടങ്ങിയത് ഇവിടെയാണ്.
1800കളിൽ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്റ്റാർട്ട് ചെയ്ത ഈ പ്ലാന്റേഷൻ ഇപ്പോൾ നിയന്ത്രിക്കുന്നത് ട്രാവൻകൂർ റബ്ബർ ആൻഡ് ടീ കമ്പനിയാണ്. എന്തൊക്കെയുണ്ട്? വേറെന്തോ ഉള്ളത് ഇവിടെ കാണാൻ? അവിടെ മഞ്ഞൊക്കെയാണോ? തിരിച്ചു വരണോ? എടാ അവിടെ മഞ്ഞ്. അതുകൊണ്ട് നീ നോക്ക്. എസ്റ്റേറ്റിനകത്തോട് കുറച്ച് ദൂരം ഓടിച്ചു വന്നപ്പോഴത്തേക്ക് ചേട്ടനെ കണ്ടു. ഈ ചേട്ടൻ നമുക്ക് ക്ലിയർ ആയിട്ടെല്ലാം പറഞ്ഞിരുന്നുണ്ട്. പക്ഷേ ആ ദൂരെ കാണുന്ന മഞ്ഞ് കണ്ടപ്പോഴത്തേക്ക് ഇങ്ങോട്ട് പോകാൻ തോന്നി. ശരിക്കും അവിടെയാണ് നല്ല കാഴ്ചകളുള്ളതെങ്കിലും കുറച്ച് ദൂരം പിന്നിട്ടതിന് ശേഷമാണ് ശ്രദ്ധിച്ചത്. അത്ര മഞ്ഞൊന്നും ഇവിടെ ഇല്ല. എന്നാൽ നമ്മളെ കാത്തിരിക്കുന്ന വേറൊരു സർപ്രൈസ് ഉണ്ട്. എടങ്ങി മേല് പോയി നിൽക്കടാ. ആനയോ? ഇവിടെ ആനയുണ്ടെന്നാണ് ഇവർ പറയുന്നത്. ഈ റൈഡ് ശരിക്കും ത്രില്ലിംഗ് ആയിട്ടുണ്ട്. ത്രില്ലിംഗ് ഒക്കെ തന്നെ ആണെങ്കിലും ഒരാന നമ്മുടെ മുമ്പിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് തിരിച്ച് വണ്ടി എസ്കേപ്പ് ചെയ്യാൻ പറ്റുന്നൊരു നല്ല ടെറൈൻ അല്ല ഇവിടെ ഉള്ളത്. ഇതേ കണക്ക് അടുത്ത് വരുന്ന സ്ഥലങ്ങളൊക്കെ ഒന്ന് സൂക്ഷിച്ച് നോക്കണേ.
ആൾക്കാരൊക്കെ. അയ്യോ ഇതൊന്നും അല്ല തോന്നുന്നു വ്യൂ പോയിന്റ്. Oh my god. അങ്ങനെ വീണ്ടും നമ്മുടെ യാത്ര തുടർന്നു. ഇപ്പോഴും നമുക്ക് പ്രത്യേകിച്ച് വലിയ ധാരണയൊന്നുമില്ല ഈ റോഡ് എങ്ങോട്ടാണ് പോകുന്നതെന്ന്. എന്തായാലും റോഡിൻ്റെ കണ്ടീഷൻ വളരെ മോശമാണ്. ശരിക്കും ഇതുപോലൊരു സ്പോർട്സ് മോട്ടോർ സൈക്കിളിന് പറ്റിയ റോഡല്ലത്. അതിപ്പോൾ നമ്മൾ ഇന്ത്യക്കാരുടെ ഒരു ശീലമാണ്. നമ്മളുടെ കയ്യിൽ കിട്ടിയിട്ടുള്ള ഏത് മോട്ടോർ സൈക്കിൾ ആണെങ്കിലും, ഇപ്പോൾ ടൂറിംഗ് ആണെങ്കിലും സ്പോർട്ട് ആണെങ്കിലും, നമ്മൾ ഏത് കൈൻഡ് മോട്ടോർ സൈക്കിൾ മേടിച്ചു കഴിഞ്ഞാലും നമ്മളിത് എല്ലാ കാര്യത്തിനും അത് യൂസ് ചെയ്യും. അതുകൊണ്ട് ഈ റോഡ് നമുക്കൊരു പുത്തരിയല്ല. എന്നിരുന്നാൽ തന്നെ ഈ റോഡിൻ്റെ മോശം കണ്ടീഷൻ നമ്മുടെ തോളിലും ഷോൾഡറിലും നടുവിലും എല്ലാം അറിയാൻ പറ്റും. ആണോ? ഒരുപാട് റിസ്ക് എടുത്താണ് നമ്മളിത് തരണം ചെയ്തത്. പക്ഷെ തരണം ചെയ്ത് എത്തിയത് പ്രതീക്ഷ പോലെ തന്നെ ഒരു താഴ്വാരത്തിലാണ്. ഈ താഴ്വാരം കാണാൻ കൊള്ളാം, കുറച്ച് കയറി ഇരുന്ന് വൈബ് ചെയ്യാനൊക്കെ നല്ല രസമുള്ള സ്ഥലമാണ്. പക്ഷേ ഇവിടെ വന്നതിൽ വേറൊരു പ്രത്യേകതയുണ്ട്. ഈ റൂട്ട് നമ്മൾക്ക് അച്ചൻകോവിലേക്ക് കയറാൻ പറ്റുമെന്നാണ് നമ്മൾ അറിഞ്ഞിരുന്നത്. പക്ഷേ ഇവിടെ ഒരു ചേട്ടനെ നമ്മൾ വഴിക്ക് വെച്ച് കണ്ടു. പുള്ളി പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ അകത്തോട്ട് കയറിപ്പോകാൻ പറ്റും, പക്ഷെ ഫോറസ്റ്റുകാർ നമ്മളെ അവിടുന്ന് വിടില്ല എന്നാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ പോയതുകൊണ്ട് യാതൊരു പ്രയോജനമില്ല. അതുകൊണ്ട് തന്നെ വിഷമത്തോടു കൂടി തന്നെ അവിടെ നിന്ന് തിരിക്കേണ്ടി വന്നു.